ഹലോ. ഫേസ്ബുക്കിനകത്ത് കുറേ കാലമായിട്ട് പലരുടെ പ്രൊഫൈലിലും അതിനെപ്പറ്റി എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് മുതൽ നമ്മളതിൻ്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർ കാണുക. അതിനുശേഷം എന്തെങ്കിലും അറിയാവുന്നവർ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരിക. എല്ലാവർക്കും ഉപകാരമാകും. അതേപോലെ തന്നെ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഫേസ്ബുക്ക് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിനകത്താണ് ഇതിൻ്റെ വീഡിയോസ് കിട്ടുന്നത്. എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ അത് കിട്ടും. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെങ്കിൽ, തെറ്റായ കാര്യമാണെങ്കിൽ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇതിൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകണം. പ്രൊഫൈല് എല്ലാവരും പബ്ലിക്കാക്കി വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അതിനകത്ത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് കാണും. പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് കയറുക. അതിനകത്ത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കയറി കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്ക് കാണുന്നതാണ് ഇങ്ങനെ ഹോം, ഇൻസൈറ്റ്, കണ്ടൻറ്റ്, എൻഗേജ്മെൻറ്റ്, മോണിറ്റൈസേഷൻ എന്നുള്ളത് കാണാം. ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കിട്ടും. ഇത് ബേസിക്കായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക്കാക്കി ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്രൈറ്റീരിയ ഒന്നും ഇല്ല ഫേസ്ബുക്കിന്. ഇത്ര ജസ്റ്റ് 500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഓരോ ഓപ്ഷൻസാണ് ഞാനെടുത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് എൻഗേജ്മെൻറ്റിനകത്ത് വരുമ്പോൾ കണ്ടില്ല, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതായത് നമ്മുടെ പോസ്റ്റ് കണ്ട് ലൈക്ക് ചെയ്തവരെയൊക്കെ നമ്മളെ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ടൂളായിട്ട് കിട്ടുന്നത് സ്റ്റാർ, പിന്നെ മോണിറ്റൈസേഷൻ, കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നും പറഞ്ഞതും, സബ്സ്ക്രിപ്ഷൻ, പാർട്ട്ണർഷിപ്പ്, ആഡ്സ്, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാർസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനുള്ളതാണ് ഈ ഓപ്ഷൻ. സ്റ്റാർസിനകത്ത് നമുക്ക് ആരെങ്കിലും സ്റ്റാർ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡോളർ കയറും. ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഫോട്ടോസ്, വീഡിയോസ്, ടെക്സ്റ്റ്, റീൽസ്, സ്റ്റോറീസ്, ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചോളൂ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ പേയ്മെൻറ്റ് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഇടയ്ക്ക് ലൈവും ചെയ്യണം. ജസ്റ്റ് ഒരു വീഡിയോ ലൈവായിട്ട് ഇട്ടിരുന്നാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റ് വേണം എന്നൊന്നുമില്ല. ഇതിനകത്ത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ, സപ്പോർട്ട് ഇൻബോക്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടോ, അതായത് നമ്മൾ റീൽസ് ഇടുമ്പോൾ എടുക്കുന്ന പാട്ട് വരെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ വന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, റവന്യൂ ഷെയറിങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ റവന്യൂ കുറച്ച് അവർക്കും കുറച്ച് നമുക്കും എന്നുള്ള രീതിയിലേക്ക് പോകും. കുറച്ചവർക്കല്ല, ഒരു ഏറിയ പങ്കും അവർക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിടുക. നിങ്ങൾ പ്രൊഫൈലിലെ നിങ്ങൾക്ക് സെറ്റപ്പ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി ഇടുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.